ഹായ് ഓൾ, എൻ്റെ പേര് ശ്രീഹിത. ഞാനിപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഡോപ്പയിലെ ഒരു മെൻറ്ററും കൂടിയാണ്. ഇനി 2026 അവസാനഘട്ട പ്രിപ്പറേഷൻസിലായിരിക്കില്ലേ എല്ലാവരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും കിട്ടുമോ കിട്ടില്ല എന്നുള്ളൊരു ഡൗട്ടും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്നറിയോ? റിവിഷൻ. എല്ലായിടത്തും നിങ്ങൾ ഇത് തന്നെയായിരിക്കും കേൾക്കുന്നുണ്ടാവുക, റിവിഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുക എന്നുള്ളതിലുപരി നിങ്ങൾ ഓൾറെഡി പഠിച്ച, ഇപ്പോൾ ഡോപ്പയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ഓരോ ക്ലാസ്സും കണ്ട് ഓരോ എക്സാംസ് അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ phase 1 റിവിഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സീരീസ് എക്സാംസ് അല്ലെങ്കിൽ 720 ചാലഞ്ച് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയതായിട്ട് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഉറപ്പിക്കുക. മറന്നു പോകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി തെറ്റിപ്പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ചെയ്ത് നോക്കുക. അതിനൊക്കെയുള്ള ടൈമാണ് ഇനി ഈ ലാസ്റ്റ് ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈപ്പിലാണ്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റിന് തന്നെ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ലാസ്റ്റ് 1 month ആയിട്ട് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് 1 monthനേക്കാളും കുറവ് ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലേ. അപ്പോൾ റിവിഷൻ എങ്ങനെയായിരിക്കണം? നമ്മൾ കുറച്ചും കൂടി സെലക്റ്റീവായിട്ട് വേണം പഠിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇനി ഒന്നും കൂടെ പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് ഒരു മണ്ടത്തരം കൂടെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും കൂടി പഠിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് പിന്നെയും സ്ട്രെസ് ആവും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സെലക്റ്റീവായിട്ട് പഠിക്കുക. നിങ്ങളിപ്പോൾ ഓരോ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ ഏതൊരു പോർഷനിലാണ് വീക്ക്. ഓരോ ചാപ്റ്ററിൻ്റെ തന്നെ, ഫിസിക്സിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്താൽ ആ ചാപ്റ്ററിൻ്റെ തന്നെ ഒരു കുഞ്ഞു പോർഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ എപ്പോൾ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ തെറ്റിക്കുന്നത് ആ ഒരു പോർഷനായിരിക്കും. അപ്പോൾ ആ പോർഷൻ മാത്രം സെലക്റ്റീവായിട്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ നിങ്ങൾ ഇക്വേഷൻസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് ബയോളജിയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് NCERT വായിക്കുക എന്നുള്ളതിൽ. NCERT നിങ്ങൾക്ക് എത്ര വട്ടം വായിക്കാൻ പറ്റുമോ അത്രയും വട്ടം NCERT വായിക്കുക. പിന്നെ കെമിസ്ട്രീൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കെമിസ്ട്രി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. ഫിസിക്കൽ കെമിസ്ട്രി ജസ്റ്റ് ലൈക്ക് ഫിസിക്സ്, നിങ്ങൾ ഫിസിക്സിൽ ചെയ്യുന്ന പോലെ തന്നെ ഇക്വേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനോർഗാനിക് ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ബയോളജി, NCERTക്ക് ആണെങ്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ്, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി, അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനി ഓർഗാനിക് ആണെങ്കിലും നിങ്ങളുടെ നോട്ട്സ് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. അതാണ് എപ്പോഴും റിവൈസ് ചെയ്യേണ്ടത്. ഓരോ മെക്കാനിസം കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ റിവിഷനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിവൈസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ റിവിഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡോപ്പയിൽ കോംബി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സസ് നടക്കുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി വീഡിയോസ്. ഓരോ ചാപ്റ്ററും ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കോംബി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ആഗ്രഹമുള്ള ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ചാപ്റ്റേഴ്സ് കോംബിയിലുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. ഇപ്പോൾ റിവിഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് ടെൻഷൻ. അല്ലെങ്കിൽ എനിക്ക് നീറ്റ് കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക, ആ ഒരു സാധനം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. പഠിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ 20 ലക്ഷത്തോളം ആൾക്കാർ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ടെൻഷൻ, സ്ട്രെസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര നോർമലാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ള കാര്യം അത് മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക. എല്ലാവർക്കും ഉള്ളതാണ്, നോർമലാണെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾ വായിക്കുന്നതും കൂടെ നിങ്ങളുടെ തലയിൽ കയറില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്ത് ഒരു മെഡിറ്റേഷൻ പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ, സ്ട്രെസ് ഒഴിവാക്കാനാണെങ്കിൽ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ള പോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആദ്യം കുറച്ച് സമയം ഫിസിക്സ് പഠിക്കുന്നുണ്ടാവും, പിന്നെ നോക്കി ബയോളജി പഠിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ പഠിക്കുന്നതാണ്. അവസാനമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾക്കും കൂടെ സ്ട്രെസ് ആവും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ കാമായിട്ട്, റിലാക്സ്ഡ് ആയിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഷെഡ്യൂളൊക്കെ കറക്റ്റായിട്ട് ഉണ്ട്. എന്തൊക്കെ പഠിക്കണം, ഒരു ദിവസം ഏതൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, അതൊക്കെ കറക്റ്റ് ഉണ്ട് നിങ്ങളുടെ ഷെഡ്യൂൾ.
അപ്പോൾ അത് ഫോളോ ചെയ്യുക. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാണ്ട് ഉള്ള കാര്യങ്ങൾ കറക്റ്റ് അന്നന്ന് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.